ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആര്യനും അക്ബറും കൂടി ആ ഒരു കിച്ചന്റെ ഏരിയയിൽ നിൽക്കുകയാണ്. അവരെ കിച്ചൺ ടീമാണല്ലോ, അപ്പൊ വെള്ള ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അവരവിടെ കിച്ചൺ ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പൊ ആര്യൻ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്, നെവിൻ വെള്ളം കോരി ഒഴിച്ചല്ലോ, അപ്പോ അനുമോൾ എവിടെയായിരിക്കും കിടക്കുക എന്ന് ഗസ് ചെയ്യാനായിട്ട് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട് ആര്യൻ എവിടെയായിരിക്കും അനുമോൾ കിടക്കുക. ഡ്രാമയുടെ എക്സ്ട്രീം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അനുമോൾ എവിടെയായിരിക്കും കിടക്കുക എന്ന് അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബറിന് ഒരു ഐഡിയ ഇല്ല എവിടെയായിരിക്കും അനുമോൾ കിടക്കുന്നത്. ചുറ്റും ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എവിടെയാ കിടക്കുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ആര്യം പറയുന്നു, ആ ഒരു പിങ്ക് സോഫയില് അതിന്റെ ബാക്കിലായിട്ടാണ് അനുമോൾ കിടക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നുണ്ട്, അവിടെയാണ് കിടക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അക്ബർ ഷോക്കായിട്ട് പറയുന്നുണ്ട്, അവള് ജയിച്ചോട്ടാടാ, അവൾ ഈ സീസൺ ഡിസേർവിംഗ് ആണ് നമ്മുടെ രീതിയിൽ അക്ബർ പറയുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, PR ഒക്കെ ഇതൊക്കെ മരിച്ചു കിടന്ന് പണിയെടുക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആര്യനും അക്ബറും കൂടി ചിരിക്കുകയാണ്. അനുമോൾ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഇവർ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഇവർ പറയുന്നത് നെവിന്റെ ചരിത്രത്തെ പറ്റിയൊന്നുമല്ല, നെവിൻ കാണിച്ചത് മോശമായി പോയി, അവൻ അങ്ങനെ ചെയ്യാൻ പോയത് കൊണ്ടാണ് എന്ന് പറയുന്നില്ല. അവര് ആകെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയിച്ചോട്ടെ, കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ, അപ്പൊ ജയിച്ചോട്ടെ എന്നാണ് ഇവര് പറയുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം കുറച്ചൊക്കെ ഒരു പ്രഹസനമാണ്. ഇത് ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. പിങ്ക് സോഫയുടെ മുകളിൽ കിടന്നാലും ഓക്കെ ആണ്, അവിടെ കിടക്കാനും പറ്റും. ലക്ഷ്മിയൊക്കെ കിടന്നുകൊണ്ടിരുന്നത് ആ ഒരു ലിവിംഗ് റൂമിലെ ആ സോഫയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അത് എന്ത് റീസൺ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ലൈവിൽ 1-2 തവണ കണ്ടിട്ടുണ്ട്. ആ ഒരു ലിവിംഗ് റൂമിലെ സോഫയിലാണ് ലക്ഷ്മി കിടന്നുകൊണ്ടിരുന്നത്. അനുമോൾക്ക് വേണേൽ അവിടെ കിടക്കാം, എവിടെ വേണേലും കിടക്കാം. പക്ഷെ ഈ പിങ്ക് സോഫയുടെ ഈ നടുക്കത്തെ ഈ ഏരിയയിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അക്ബറും ആര്യനും എന്തായാലും ഈ രീതിയിൽ പറഞ്ഞു. ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല സംസാരിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല. പക്ഷെ അനുമോൾ ഉറങ്ങുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ എണീറ്റിരിക്കുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നല്ലപോലെ ഉറങ്ങുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ അവസാനം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.